ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകുന്നത്. ജീവിതത്തിൽ 45 കൊല്ലം കൊണ്ട് 450 കൊല്ലത്തെ സേവനം ചെയ്തു വെച്ചത് സമയത്തെ മുഴുവനും നല്ലതിനങ്ങ് ചെലവാക്കിയപ്പോൾ സമയത്തിൽ അള്ളാഹു വലിയ ബർക്കത്ത് കൊടുത്തു. നമ്മളെ സമയങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് എഴുതി തരട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് സമയങ്ങൾ ഇതിനു വേണ്ടി നീക്കി വെക്കണം, ചെലവാക്കി വെക്കണം. ദലായിലുൽ ഖൈറാത്ത് വലിയ അസറുള്ള സ്വലാത്താണ്. എന്നും പതിവാക്കി ചെയ്യുന്ന സ്വലാത്തുകളെ കൂട്ടത്തിൽ ആ സ്വലാത്ത് സ്വീകരിക്കണം. ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു അല്ലേ ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫ്. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കിയതിന്റെ പേരിൽ എത്രയോ മഹാന്മാര്, മഹദികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ട്. തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുക എന്നത് ചെറിയ ഭാഗ്യമല്ല. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സ്വപ്നത്തിൽ കാണുന്ന മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനത്തായ സഹോദരി, എന്താണോ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം, ആ പ്രശ്നത്തിനാണ് കണ്ടപാടെ പരിഹാരം കിട്ടുക. കണ്ടവനൊരു മാനസിക രോഗിയാണോ, രോഗം മാറിപ്പോയി. കടബാധ്യതയുള്ളവനാണോ, കടം വീടിപ്പോയി. സന്താനങ്ങളെ കുറിച്ച് വിഷമമുള്ളവനാണോ, വിഷമം നീങ്ങിപ്പോയി. കുടുംബത്തിൽ പ്രാരാബ്ധത്തിൽ കഴിയുന്നവനാണോ, ഐശ്വര്യം അല്ലാഹു നൽകിപ്പോയി. ഇങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത ഹമ്മുകളില്ലേ, തങ്ങളെ കണ്ടപാടേ ആദ്യം ആ ഹമ്മങ്ങ് നീങ്ങിപ്പോകുന്നു. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ തഅ്തീറിൽ വിശദീകരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഇങ്ങനെ ഒരു സ്വലാത്ത് ജസൂലി ഇമാം തങ്ങൾ എഴുതാനുള്ള കാരണം സ്വലാത്തിന്റെ മഹത്വം കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. നൂറുകണക്കിന് ശിഷ്യന്മാരുമായിട്ട് മഹാനവറുകൾ അങ്ങനെ യാത്ര പോയപ്പോ ഒരു സ്ഥലത്തെത്തി ളുഹർ നിസ്കാരത്തിന് സമയമായി. ളുഹർ ബാങ്ക് കൊടുക്കുന്നത് കേട്ടു. വുളു എടുത്ത് പെട്ടെന്ന് നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു കിണർ കാണുന്നുണ്ട്, പക്ഷേ ബക്കറ്റില്ല, കയറില്ല. എങ്ങനെ വെള്ളം എടുക്കും? കിണറ്റിലേക്ക് നോക്കുന്നു, പരിസരത്തേക്കും നോക്കുന്നു, വെള്ളം എടുക്കാൻ ഒരു മാർഗമില്ലല്ലോ. വെള്ളം കിട്ടാൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന വീട്ടിലെ ഒരു ചെറിയ പെൺകുട്ടി, പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദേ എന്താ വേണ്ടത്? മോളെ, വുളു എടുക്കാൻ വെള്ളം വേണം. അതിനിവിടതാ കിണറ്റിൽ നന്നായി വെള്ളമുണ്ട്, പക്ഷേ ബക്കറ്റ് വേണം, കയറ് വേണം. എന്നാൽ വെള്ളം കോരി എടുക്കാമല്ലോ. ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, വെള്ളം വേണോ? വെള്ളം തരാം. കിണറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തോ ഉരുവിട്ടിട്ട് കിണറ്റിലേക്ക് അങ്ങ് തുപ്പിയപ്പോ വെള്ളം പൊങ്ങി പൊങ്ങി വന്ന് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു വുളു എടുത്തു. പാനപാത്രങ്ങളിൽ ശിഷ്യന്മാര് നിറച്ചു, അവരും വുളു എടുത്തു. ആ ചെറിയ പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടിയോട് മഹാനവറുകൾ ചോദിച്ചു, ബിമനിൽ തിഹാദിഹിൽ മർത്തബാ, മോളെ, ഈ ഉന്നതമായ ഗ്രേഡ് എങ്ങനെ സാധ്യമായി? പെൺകുട്ടി പറഞ്ഞു, ഒന്നുകൊണ്ടുമല്ല, ബികസ്റത്തി സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലിയപ്പോ, സ്വലാത്ത് ഞാനങ്ങ് ഉരുവിട്ടിട്ട് എന്ത് ചെയ്താലും എനിക്ക് വലിയ ഫലമാണ്. രോഗിയുടെ അടുത്ത് എന്നിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാനങ്ങ് ഊതിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ രോഗം മാറിക്കിട്ടി. വിഷമിക്കുന്നവർക്ക് സ്വലാത്ത് കൈമാറിയിട്ട് ദുആ ചെയ്തു കൊടുത്താൽ അവരെ വിഷമം മാറിപ്പോയി. ദലായിലുൽ ഖൈറാത്ത് സ്വലാത്ത് ചൊല്ലണം. ആ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഖബറടക്കുമ്പോൾ സുഗന്ധങ്ങൾ അടിച്ചു വീശിയപ്പോ മഹാന്മാര് പറഞ്ഞില്ലേ, സ്വലാത്തിന്റെ സുഗന്ധമാണ് അടിച്ചു വീശുന്നത്. വർഷങ്ങൾക്ക് ശേഷം കിടന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള അവസ്ഥ വന്നപ്പോ, ഞാൻ ആ ചരിത്രങ്ങൾ പൂർണ്ണമായി വിശദീകരിക്കാൻ എനിക്ക് നേരമില്ലാത്തത് കൊണ്ടാണ്, മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റണമെന്ന് വന്നപ്പോ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറങ്ങ് തുറന്നപ്പോ വന്ന
സുഗന്ധം കൊണ്ട് ജനങ്ങൾക്കെല്ലാവർക്കും വല്ലാത്ത അനുഭൂതി വന്നു. വർഷങ്ങൾക്ക് ശേഷവും സുഗന്ധം വിട്ടിട്ടില്ല. ശരീരത്തിന് ഭാവമാറ്റങ്ങളില്ല, കേടുപാടുകളില്ല. അതുകൊണ്ട് ആത്മബന്ധം പുലർത്തിയിട്ട് ഖൽബിനെ നന്നാക്കണം. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സംസ്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. മനസ്സിന് സംസ്കരണം ഉണ്ടാകണം, എന്നാ ശരീരത്തിനൊക്കെ സംസ്കരണമുണ്ട്. ഖൽബിന് നേരെ ചൊവ്വയുള്ള അവസ്ഥ വേണം. ഒരാൾക്ക് അള്ള കൊടുത്ത നിഅമത്തിലും ഹസദ് തോന്നാൻ പാടില്ല. ഒരാൾക്ക് അള്ള കൊടുത്ത ഉയർച്ചയിലും ഹസദ് തോന്നാൻ പാടില്ല. ആർക്ക് അള്ള എങ്ങനെ നിഅമത്ത് കൊടുത്തിട്ടുണ്ടോ നിനക്ക് നല്ല നാവിലൂടെ പറയാൻ സാധിക്കണം അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം